ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഇത് വളരെ സിമ്പിളായ ഒരു റെസിപ്പിയാണ്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്കും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് 2 കപ്പ് ജാസ്മിൻ റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ സോയാ സോസ്, 1.5 സ്പൂൺ ഓഫ് hot and spicy tomato sauce, 2 eggs, pepper powder. ഈ എഗ്സ് ഒരു 2 to 3 ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2 എടുക്കുന്നുള്ളൂ. 2 കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. 3 ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിംഗ് ഒനിയൻ ആണ്. ഞാനിവിടെ ഒരു 4-5 സ്പ്രിംഗ് ഒനിയൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 കളറിലുള്ള ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 ഗാർലിക് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ഉള്ളിയും പിന്നെ 1 or 2 ഗ്രീൻ ചില്ലീസ് അക്കോർഡിംഗ് ടു യുവർ സ്പൈസ് ലെവൽസ്. അപ്പോൾ ഇതെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. ഒന്നാമത്തെ കാര്യം, ഈ റെസിപ്പിയുടെ ഒരു രഹസ്യം എന്ന് പറയുന്നത് എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് റെഡിയാക്കി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അല്ലാതെ ഓരോ സാധനം എടുക്കാൻ വേണ്ടി പോയാൽ ഇത് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അത് ശ്രദ്ധിക്കണം. കടായിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഗാർലിക്കും ഗ്രീൻ ചില്ലീസും ചേർത്ത് കൊടുക്കാം. ഒരു 15 സെക്കൻഡ് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം ആ സ്റ്റെം പാർട്ട് ഓഫ് ദ ഗ്രീൻ ഓണിയൻസ് അത് മാത്രം നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെക്കാൻ സൂക്ഷിക്കണം. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഒരു 1 മിനിറ്റ് നന്നായിട്ട് സോട്ടേ ചെയ്യുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതും നന്നായിട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്യുക. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഇപ്പോഴെങ്ങും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പം എനിക്ക് സോയാ സോസിന് ആഡ് ചെയ്ത് കഴിയുമ്പം ഓൾറെഡി സോൾട്ട് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് അവസാനം മാത്രമേ ഞാൻ സോൾട്ട് എന്തോരം ആവശ്യമുണ്ടെന്നനുസരിച്ചിട്ട് ചേർക്കുകയുള്ളൂ. ഞാനിവിടെ ഡാർക്ക് സോയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോയാ സോസ് യൂസ് ചെയ്യാം. ഒരു 2 മിനിറ്റ്സ് നന്നായിട്ട് സോട്ടേ ചെയ്തിട്ട് ഒരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അതൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നതും വരെ. അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ആ സമയം കൊണ്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടയില്ല, അത് നന്നായിട്ടൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സ് നമുക്കിനി ഈ പാനിൻ്റെ ഒരു നടുഭാഗത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒരു ഫ്യൂ സെക്കൻഡ്സ്, ഒരു 1 to 3 സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ടെക്സ്ചർ മാറാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാനൊരു സ്പൂൺ നമ്മുടെ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് എപ്പോഴും ഞാൻ സോൾട്ട് ആഡ് ചെയ്യുന്നില്ല. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ അതും എഗ്ഗ് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എഗ്ഗ് ഒന്ന് കുക്ക് ആകുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് എന്നതൊന്ന് കുക്ക് ആകുന്നതിന് വേണ്ടി മാത്രം. ഇനിയാണ് ഈ ഫ്രൈഡ് റൈസിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സീക്രട്ട് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സോയാ സോസ് നമ്മൾ സാധാരണ ഈ ഒരു മിക്സ്ചറിൻ്റെ പുറത്തോട്ടായിരിക്കും ഒഴിക്കുന്നത്. പക്ഷേ ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാനായിട്ട് പാനിൻ്റെ ഈതർ ഒരു സൈഡിലേക്കായിട്ട് ഒഴിക്കുക. അല്ല എങ്കിൽ നിങ്ങൾ ചൂടായൊരു മിക്സ്ചർ എല്ലാം കൂടെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ പാനിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക. അതൊരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതൊരു ബേൺഡ് ടേസ്റ്റും സ്മെല്ലും വരും. അന്നേരത്തേക്ക് നമ്മുടെ ആ ബാക്കിയുള്ള ഇതുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് റെഡ് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ റൈസ് പതിയെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഇപ്പം നമുക്ക് സോൾട്ട് ലെവൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 to 3 മിനിറ്റ്സ് നിർത്താണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ ചില്ലി സോസ് ആഡ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ടൊമാറ്റോ സോസ് കുറച്ച് സ്പൈസി ആയിരുന്നു. അതുകൊണ്ട് ഓൾ സ്പൈസ് ലെവൽ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. ഗ്രീൻ ഓണിയൻസ് വെച്ചിട്ട് നമുക്കിനി ഗാർണിഷ് ചെയ്യാം. റൈസ് നോക്കൂ, ഒട്ടും സ്റ്റിക്കി അല്ല, നല്ല പോലെ വിട്ട് പോരുന്നുണ്ട്.
ഞാനിനി ഇതൊന്ന് സെർവ് ചെയ്ത് കാണിക്കാമേ. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് റൈസ് മാറ്റിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം പറയണം, കമൻറ്റ് ചെയ്യണം. ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഞാൻ ഈ എഗ് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. I will see you with another recipe. Bye. ഇനി ഞാനിത് സെർവ് ചെയ്ത് കാണിക്കാം. ഒരു ബൗളിലോട്ട് ഞാൻ ഒരു സെർവിങ്ങിനുള്ള ഫ്രൈഡ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നന്നായെങ്കിൽ അഭിപ്രായം പറയണേ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനിത് ചില്ലി ചിക്കൻ്റെ കൂടാണ് സെർവ് ചെയ്യുന്നത്. ചില്ലി ചിക്കൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.